അതൊക്കെയാണ്. ഈ ഒരു മുഖം പ്രേക്ഷകർക്ക് അറിയുന്നതായിരിക്കും. ഇന്നലെ നമ്മുടെ മുമ്പിൽ ഭഗത് സിംഗാട്ട് വന്ന് എനിക്ക് രാത്രി നെഞ്ചുവേന തന്നിട്ട് പോയ ഒരാളായിരുന്നു. ഞാനും കാളുകർച്ച് ശരിക്കും പേടിച്ചു പോയി. ഇന്ന് വീണ്ടും ഒരു മിമിക്രി ആയിട്ട്. അതെ, മിമിക്രി എ ഗ്രേഡ് കിട്ടി. ഇന്നലെ എ ഗ്രേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ എ ഗ്രേഡ് വെച്ചിട്ടുണ്ട്. ഇന്ന് മിമിക്രി ആയിട്ട് വീണ്ടും അച്ഛനും മോനും കൂടാണ്. മത്സരമാണ് ഇവിടെ, ആരാണ് ജയിക്കുന്നതെന്ന്. തുടങ്ങിയാലോ? ജിയോ മച്ചാൻ എടുക്കാം. മച്ചാന് ഇവിടെ നമ്മുടെ നെസ്ലിം ബ്രാൻഡ് ഇതൊക്കെ പരിചയപ്പെട്ടൊക്കെ. ജിയോ എന്ത് പണ്ടാറുണവൻ, ഒരുമാതിരി ജാടയും ചെന്നപ്പോ തന്നെ പഞ്ച് ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ വിശന്നിട്ട് അതെ ഫിറോസ് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കണ്ടിട്ടാ. ഒപ്പം നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ്, സംഭവം അടിപൊളിട്ടാ. റിയാസ് ഖാൻ സംഭവം എങ്ങനെയുണ്ട്? കള്ളോ കപ്പേ കരിമീനെ കൊഞ്ചോ എന്താച്ചാ കൊടുക്ക്, ഫുൾ ചെലവ് എന്റെ മക. എല്ലാരും അടിച്ചു കയറി വാ, പിന്നെ പോട്ട് എല്ലാരും അടിച്ചു കയറി വരട്ടെ. ജോബോ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അമ്പാന്റെ തള്ളു അതിനെക്കാട്ടിയും പവർഫുൾ ആണ്. അണ്ണപ്പട്ട് ജ്യൂസ് അടിച്ചോണ്ടിരിക്കായിരുന്നു. അണ്ണ ചാടി തോളത്ത് കൂടെ ചവിട്ടി ജമ്മെടുത്തവരെ തോളത്ത് കുത്തി കൊന്ന്. മച്ചാനെ ഒന്ന് നിർത്തണ്ട, എന്ത് തള്ളാണ് എന്റെ അമ്പാമ്പ്രോ. അപ്പൊ നമുക്ക് ആറാട്ടനോട് റിവ്യൂ വെച്ചോക്കാം. ആക്ഷൻ ഉണ്ടോ, പക്ഷെ പടം ആവറേജ് ഉള്ളൂ. സത്യം പറഞ്ഞാ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മകൻ തകർത്തു, ഇനി അച്ഛനാണ്. അല്ല, എന്താണ് ഈ കാണണത്? വല്ലാത്തൊരു കൗതുകം തന്നെയാണ് ഇങ്ങനെ നോക്കി നിൽക്കാൻ. പിന്നെ ചെക്കനെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഞമ്മളാണ്ടാ, അല്ലാതെ വേറെ ആരുമല്ല. അവന്റെ കാട്ടായൊക്കെ കണ്ടില്ലേ, അതങ്ങനെ ഉണ്ടാവുള്ളൂ. അച്ഛനും മോനും ആരച്ചത്? ആരാ? അച്ഛനാണോ മോനാണോ? പ്രേക്ഷകർ പറയട്ടെ, അച്ഛനാണോ മോനാണോ? അച്ഛന്റെ പേരാണ് മോനില്. ആരാ? ഞങ്ങ രണ്ടുപേര്. എനിക്ക് മോനാന്ന് പറയുന്നതിന് ഇഷ്ടം. എനിക്ക് അച്ഛനാണെന്ന് പറയുന്നത് ഇഷ്ടം. അത് നമ്മുടെ പൊളി അച്ഛനും മകനുമാണ്. എ ഗ്രേഡ് രണ്ടിനും മിമിക്രിക്ക് മോണാക്കിട്ട് എ ഗ്രേഡ്. എങ്ങനെ കിട്ടാണ്ടിരിക്കുമല്ലേ? അതെ, അമ്മ പറയാണ് തകർക്കത് പൊളിച്ച്. അച്ഛനും മകനും ഇവിടെ തകർക്കാണ്. അമ്മയുടെ ഫുൾ സപ്പോർട്ട് പുറത്തുണ്ട്. ഇവരെ അച്ഛനെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് അമ്മയാണ്. അപ്പൊ ഉമ്മച്ചി എന്തേലും പക്ഷെ ഫുൾ സപ്പോർട്ടാണ് അവന്. അവനിക്ക് എല്ലാവിധ സപ്പോർട്ടും. ബാക്ക് ബോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായാലും കലക്കുക. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ ആശംസകളും നേരെയാണ്. അതിന് മുമ്പ് ഒരു ചോദ്യം, ഇതിൽ ആരെ ചെയ്യാനായിരുന്നു ഇച്ചിരി പ്രയാസം എന്ന് പറയാൻ ജിയോ മച്ചാന്റെ കുറച്ച് ഭാഷയും അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അത് കുറച്ച് പ്രയാസം ഉണ്ടല്ലോ. ബാക്കിയൊക്കെ സിമ്പിളാണ്. മറ്റേ നമ്മ കൊടുങ്ങല്ലൂരാണ് വീട്, അപ്പൊ നെസ്ലിന്റെ ഒക്കെ വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ശബ്ദം കൂടി വെച്ചാൽ നമുക്ക് കൊടുങ്ങല്ലൂർ ഭാഷ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. കേരളത്തിലെ മിമിക്രി താരങ്ങളില് പ്രിയപ്പെട്ടതാരാ? കേരളത്തിലെ സിനിമയില് നമ്മുടെ മഹേഷ് കുഞ്ഞുമോനില്ലേ യൂട്യൂബിലൊക്കെ, അദ്ദേഹത്തിനെ നോക്കിയാണ് കുറെയൊക്കെ പഠിച്ചെടുത്തത്. അപ്പോ പുതിയ ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഇനിയും വരിക. രണ്ടുപേരെ ഇനി മറ്റു വേദികളിലൊക്കെ കാണാൻ കഴിയട്ടെ അല്ലേ? തീർച്ചയായും. അതെ, അച്ഛനും മകനും വളരെ ഗംഭീരമായ പരിപാടിയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നവീൻ ഇപ്പോൾ പുതിയ അതിഥികളുമായി എത്തിയിട്ടുണ്ട്. അതിഥികൾ ഏറെയുണ്ടോ നവീൻ? തീർച്ചയായും ഒരു വലിയ സംഘമാണ് ഇപ്പൊ നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ ക്യാമറ മുന്നിൽ നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ വീണ്ടും കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിരിക്കുകയാണ്. കണ്ണൂർ നമ്മുടെ ചെമ്പരോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ഹൈസ്കൂൾ ഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രികളാണെന്നും അഭിനേതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടെ അവര് നാടകം അഭ്യസിപ്പിച്ച ഗുരുനാഥനും അധ്യാപകനൊക്കെ ഉണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. അല്ല, ചില ആൾക്കാരെ കോസ്റ്റ്യൂം നമ്മുടെ എന്താ കൊമ്പൊക്കെ വെച്ച് നിൽപ്പുണ്ട് കേട്ടോ. കൊമ്പ് കണ്ണ് കുത്തരുത് എന്ന് എനിക്ക് പ്രാർത്ഥന, ശ്രദ്ധിക്കണം. ഓക്കെ, മോന്റെ പേര്? ഷെസിൻ, ആര്യശ്രീ, മൽഹ, അക്ഷിത, സാദിക, നിഹാര, അൻഷിക ശ്രദ്ധിക്കണം. സങ്കീർത്തന, ഹരിനന്ദ, യദുകൃഷ്ണ. മോന്റെ പേര്? സോറി, മാഷല്ലേ? നാടക അഭ്യസിച്ച മാഷാണോ അല്ലെ സ്കൂൾ മാഷാണോ? UP സ്കൂൾ അധ്യാപകരാണ്. ഇവർക്ക് നാടകം കൂടി പഠിപ്പിക്കുന്നുണ്ട്. നാടകം പഠിപ്പിച്ച കലാകാരൻ കൂടി കൊടുക്കൈ.